വെൽക്കം ടു ഫുഡ് വിത്ത് ട്രാവൽ. അശ്വിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്നത് തറവാട്ടിൽ തന്നെയാണ്. ഞങ്ങളിന്ന് കൊട്ടുംപുറം ഷാപ്പിലേക്കാണ് പോകുന്നത്. കുട്ടോംപുറം കല്ലറ റോഡിലുള്ള കുട്ടോംപുറം ഷാപ്പിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് പോയി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാലഞ്ചേട്ടനാണ്. ബാലഞ്ചേട്ടൻ നമുക്ക് താറാവ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത്തരം സാധനം ലൈവായിട്ട് പോകാം. ഇതിൽ മല്ലിപ്പൊടി മാത്രമേ ഉള്ളൂ, ബാക്കി പിന്നെ തേങ്ങ പിന്നെ ചേർക്കുള്ളൂ. ഈ പൊടിക്ക് മസാല നമ്മൾ ഈ താറ പീസാക്കിയത് എടുക്കുക. റെഡിയായി കഴിഞ്ഞു. കടുവ് താളിച്ചിങ് എടുക്കുന്നുണ്ട്. ഇതിന്റെ പരിപാടി ഇത് വറ്റത്തലയാണ്, അത് കറി വെക്കുന്ന തലയാണിത്. ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മസാലയാണ് ഇത്. കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, ഗരം മസാല, വിനാഗിരി, ചെറുനാരങ്ങ നീര്, ഉപ്പ് ഈ ഫിഷിൻ്റെ അകത്ത് കുറച്ച് വെക്കും. ഇതിന് മസാല പുരട്ടി എത്ര നേരം വയ്ക്കും? മസാല പുരട്ട ഇല്ല, ഇതിന് നേരത്തെ ഉപ്പും വിനാഗിരിയും പുരട്ടി വെച്ചിരിക്കുന്നു. അപ്പം അതിന് പുളിയെല്ലാം ഉണ്ടാകത്തും. രാവിലെ ഞങ്ങൾ പണിക്ക് വരുന്നത് 7 മണിക്കാണ്. ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് കറിയുണ്ട്, പോർക്ക് ചാപ്സ് ഉണ്ട്, ബീഫ് ചാപ്സ് ഉണ്ട്, മീൻ കറിയുണ്ട്, പിന്നെ മീനിൻ്റെ 6 ഐറ്റം അവിടെയുണ്ട്. പിന്നെ നമ്മളിത് ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമന്നുള്ളിക്കകത്ത് മാത്രം ഉണ്ടാക്കുന്ന ഗ്രേവിയാണ്. ചുമന്നുള്ളി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, കരിവേപ്പില പേസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഗ്രേവി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുക്കി 2 വശം ഒന്ന് വേവിച്ചിട്ട് ചെയ്ത് തരും. ഓരോ വശം കൂട്ടിയിട്ട് വേവിച്ചത്. ചുമന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും സാധനം പേസ്റ്റായിട്ട് അടിച്ചിട്ട് മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ മസാല ഇതിൻ്റെ മുകളിലും ആഡ് ചെയ്യും. ഇതിപ്പം വരാൽ ഒറ്റപ്പുള്ളി റെഡിയായി. വരാല് പുള്ളിയിലാണ്. ഇത് കുട്ടാമ്പുറം ഷാപ്പിൻ്റെ സ്പെഷ്യലാണ്. ഇത് വേറെ ആരും ചെയ്യാത്ത പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊട്ടാമ്പുറം ഷാപ്പിൽ വരുന്നത്. ഇത് നമ്മൾ ബിജു ചേട്ടനാണ്, മാനേജറാണ് ഇതിൻ്റെ. അപ്പോൾ ചേട്ടൻ ഇത് നമുക്ക് പരിചയപ്പെടുത്തി ചേട്ടൻ എന്തൊക്കെയാണെന്ന് പറയാം.
താറാവ് കറി. താറാവ് കുട്ടമ്പുറം ഷാപ്പിലെ ഒരു ഫേമസ് ആണ്. താറാവ് കറിയാണ് ഇതാണ് താറാവ് കറി. ഇവിടുത്തെ സ്പെഷ്യലാണ്. പിന്നെ പൊടിമീൻ വറുത്തത്. പൊടിമീൻ നമ്മുടെ അടുത്തും ഉണ്ട് പൊടിമീൻ. പിന്നെ നല്ല വറ്റത്തലയാണ്. വേണ്ട വറ്റത്തല നമ്മൾ നേരത്തെ അവിടെ ചെയ്യുന്നത് കണ്ടായിരുന്നു. വറ്റത്തല വേണ്ട വറ്റത്തലയാണ്. വറ്റത്തലയ്ക്ക് ഇവിടെ നല്ല ഫേമസ് ആണ്. തല കഴിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ വരുന്നുണ്ട്. വറ്റത്തല. പോർക്ക് ചാപ്സ് ആണ്. പോർക്ക് ചാപ്സ്. പിന്നെ വരാല് കറി. വരാല് കറി. നാടൻ വരാല് കറിയാണ്. വരാല് കറിയാണ്. പിന്നെ നമ്മുടെ പൊറോട്ട ഉണ്ട്. അപ്പം ഉണ്ട്. അതെല്ലാം ലൈവ് ഫുഡാണ്. പറഞ്ഞ അപ്പം ചെയ്ത് കൊടുക്കുന്ന സാധനമാണ്. കപ്പ ഉണ്ട്. കപ്പയുണ്ട്. അപ്പം ഉണ്ട്. പൊറോട്ട ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇന്നത്തെ ഐറ്റമാണ് വരാല്. കോറസ് ആയിട്ടാണ് പറഞ്ഞത് എല്ലാരും കൂടെ. പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. നല്ല ഒത്തിരി ഫാമിലിയൊക്കെ വരുന്നതാണ്. ഇത് സ്പെഷ്യലായിട്ട് ഫാമിലിക്ക് വേണ്ടി ഇതായിട്ട് വന്നതാണ്. അതൊന്ന് നോക്കാം. വരാല് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒറ്റപ്പൊളി ഇലയെ പൊളിച്ചത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒറ്റപ്പൊളി അത് വേറൊരു കണ്ടായിരുന്നു. വേറൊരു ടേസ്റ്റാണ്. കൊള്ളാം. അപ്പൊ അതാണ് നമ്മുടെ താറാവ് മപ്പാസാണ്. താറാവ് മപ്പാസും കള്ളപ്പം. താറാവ് കഴിക്കുന്നതിനൊരു പ്രത്യേക ഒരു ഇതുണ്ട്. കള്ളപ്പൊക്കെ കോട്ടയത്തിന്റെ ഫുഡാണ്. ഇവിടുന്ന് വിട്ടാൽ പിന്നെ വെള്ളയപ്പേ ഉണ്ടാക്കും. ഒരു രക്ഷയില്ല. ഒന്നുമില്ല. കൊള്ളാം. തനിക്കള്ളിലടിക്കുന്നതാണ്. സൂപ്പറാണ്. ഇങ്ങനെ നാടൻ പുട്ടുകപ്പ. ഇത് ഈ പുട്ടുകപ്പ എന്ന് പറയുന്നത് ഇതിങ്ങനെ പൊടിച്ചെടുക്കുന്നത് ഇത് ഊറ്റി അടിക്കുന്ന കപ്പയാണ്. സാധാരണ ഒരു വർഷം കറി നമ്മൾ നേരത്തെ ഒഴിച്ചിട്ട് കപ്പയും കുറച്ച് വരാല് കറിയും ഒന്ന് കഴിച്ചു പോകും. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇവരുടെ സ്പെഷ്യൽ അല്ലേ. നല്ല എരിയും നല്ല ആ കുടംപുളിയൊക്കെ ഇങ്ങനെ കൊള്ളാം. ഇത് ഇവരുടെ സ്പെഷ്യലായിട്ടുള്ളത് പന്നി ചാപ്സ് ആണ്. ഒന്ന് കണ്ടോ. 4.5 കിലോ ഉള്ള വറ്റത്തല. അപ്പൊ നമ്മൾ കണ്ട ഇവിടുത്തെ ഈ തലക്കറിയും വരാല് കറി, താറാവ് മപ്പാസ്, വരാല് ഒറ്റപ്പള്ളിയില് ഇതെല്ലാം കഴിച്ച് എല്ലാം ഉള്ള അടിപൊളിയാണ്. ഒരു രക്ഷയില്ല സംഭവം. അപ്പൊ ചേട്ടാ ബാക്കി ഇവിടെ ഉള്ള ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത്? കൂന്തൽ ഫ്രൈ, കൂന്തൽ റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ ഫ്രൈ, പിന്നെ പോട്ടിയുണ്ട്, കക്കായുണ്ട്, ലിവറുണ്ട്, പിന്നെ കല്ലുമ്മക്കായുണ്ട്. ഇങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ട്. മൊത്തം പറഞ്ഞു കഴിഞ്ഞു. കാട ഫ്രൈ, ബീഫ് ഫ്രൈ, പോർക്ക് ഫ്രൈ, പിന്നെ മീൻ്റെ 5 ഐറ്റം വേറെ ഉണ്ട്. കാരി ഫ്രൈ, കാരി മപ്പാസ്, കാരി പൊള്ളിച്ചത്, വരാല് പൊള്ളിച്ചത്, വരാല് മപ്പാസ് എല്ലാം ലൈവായിട്ട് ചെയ്തു കൊടുക്കും. ഒന്ന് ജോസ്മോൻ ചേട്ടൻ പ്ലാക്കിത്തൊട്ടിൽ ആർമാനൂര്, ഒന്ന് ബിജു ചേട്ടൻ കാവാലം ബിജു ചേട്ടൻ എന്ന് പറയും, പിന്നെ ബൈ ചേട്ടൻ. ഇങ്ങനെ ഒരു 3 പേരാണ് ഷാപ്പിൻ്റെ ഓണർമാര്. നമ്മൾ ഞാനീ പറഞ്ഞ ഐറ്റംസ് എല്ലാം കഴിച്ച് എല്ലാം കൊള്ളാം. അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. എല്ലാവരും നല്ല ഇതായിട്ട് പോട്ടെ. അപ്പം ഫുഡ് വിത്ത് ട്രാവൽ എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. വീണ്ടും പുതിയ നല്ല വ്ളോഗുമായി വരാം. അപ്പം എല്ലാവർക്കും ബൈ.